ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്കൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കണവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ വെറും കുറച്ച് പ്രൊഡക്ട്സേ മതി. കുറേ ഒരു 10 സ്റ്റെപ്പ് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഉണ്ടാവാം. അത്രയൊന്നും വേണ്ട. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. ഗ്ലാസ് സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സ് ആണ്. ഈ വീഡിയോ ഒരു പ്രൊഡക്റ്റ് എംറ്റീസ് എന്ന് വരെ പറയാം. എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ട് തീരാറായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. മിക്കതും സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ചിലതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഹൈപ്പ് തോന്നി വാങ്ങിച്ചാണ്, പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്, എനിക്ക് സ്യൂട്ടായില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാല്ലേ. അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പോകാം. അപ്പോൾ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റുള്ളൂ, ഞാനൊരു 5-6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഫേസ് വാഷ് ഉണ്ട്. എൻ്റെ ഒരു മോസ്റ്റ് പേഴ്സണൽ ഫേവറേറ്റ് ഫേസ് വാഷ് എന്ന് വരെ പറയാം. എന്താ വെച്ചാൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു കൊറിയൻ സ്കിൻ കെയറിന് പറ്റിയ ഒരു ഫേസ് വാഷാണ്. ആക്നെ പ്രോൺ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ അതെ, വേറൊന്നുമല്ല, ഇതാണ് ഈ ഫേസ് വാഷാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഇതിന് വെറും 299 രൂപയുള്ളൂ. 300 രൂപ. നമ്മുടെ ഞാൻ ഐക്യയിലാണെങ്കിൽ അതിന് ഓഫേഴ്സൊക്കെ വരാറുണ്ട്. 280, 270 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് എങ്ങനെ പോയാലും ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം 2 മാസം ഈ ഒരു കാലയളവിൽ നിൽക്കുന്നതാണ്. അത്രയും 200 സംതിങ് ഉള്ളൂ എങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ ആക്നേസ് കുറയാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണിത്. ഇത് സാലിസിലിക് ആസിഡാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. സാലിസിലിക് ആസിഡ് പ്ലസ് LHA ഉള്ളൊരു ഫേസ് വാഷാണ്. ഇത് ജെല്ലൈ കൺസിസ്റ്റൻസിയാണ്, ഫോമിങ് കൺസിസ്റ്റൻസി അല്ല. പിന്നെ ഒരുപാട് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുന്നില്ല. എല്ലാ സ്കിന്നിനും സ്യൂട്ടാവുന്ന ഒരു ഫേസ് വാഷാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫോമിങ് ഫേസ് വാഷസ് ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഈ ഫേസ് വാഷ് ഉണ്ടല്ലോ, ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്ത ഫേസ് വാഷസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ഇതാണ് കേട്ടോ. ഞാൻ ആദ്യം ഹിമാലയയുടെ ഫേസ് വാഷ് ആയിരുന്നു ഒരു ടൈമിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് വന്നിരുന്നത്. അത് ഞാൻ 1 വർഷത്തോളമൊക്കെ യൂസ് ചെയ്തു കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. എന്നിട്ട് ഞാനത് നിർത്തിയതിന് ശേഷം എനിക്ക് കുറേ പിമ്പിൾസ് ഒക്കെ വന്നായിരുന്നു. ആ പിമ്പിൾസ് കാരണം ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫേസ് വാഷ് അങ്ങനെയല്ല ഗൈസ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഒരു 2-3 ആഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കടലമാവാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ പിമ്പിൾസ് നല്ലോണം കുറയാനായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് സ്കിൻ ലഭിക്കാൻ പറ്റിയൊരു ഫേസ് വാഷാണിത്. ഇത് എല്ലാവർക്കും ഞാൻ മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് LHA ഫേസ് വാഷാണിത്. അടുത്തത് ഒരു ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് കുറച്ച് പ്രൈസിയാണ്, പക്ഷെ എന്നാലും ഭയങ്കര എഫക്റ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഗ്ലാസ് സ്കിന്നിന്, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. വേറെ ഒന്നുമല്ല ഗൈസ്, ഇത് കോസാറസിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസെൻസ് ആണ്. ഇത് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിന് 1500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. പക്ഷെ ഉണ്ടല്ലോ, ഇത് വോട്ട് ദ ഹൈപ്പാണ് ഗൈസ്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഞാനിത് യൂസ് ചെയ്ത ടൈമിലുണ്ടല്ലോ, എനിക്ക് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ടൈനി ബംപ്സോ അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ വന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ എനിക്കിത് പറ്റില്ല, ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. എന്താ വെച്ചാൽ നിർത്തണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. കുരു പറഞ്ഞേക്കാൻ ബെറ്റർ നമ്മളിത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണല്ലോ. പക്ഷേ ഞാനൊരു 2 ആഴ്ച പക്ഷെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുരു വന്നാലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. കുരു എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു ചെറിയ ടൈനി ബംപ്സോ അല്ല, ഇങ്ങനെ ചെറിയ കുരുക്കൾ
കുരുവല്ല, അതിങ്ങനെ ചെറിയ ചൂട് കുരുവില്ലേ, ചൂട് കുരുവിൽ കുറച്ച് പസ്സായിട്ട് വന്നിട്ടല്ലോ ചെറിയ ചെറിയ തരി പോലത്തെ കുരുക്കളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, അത് ഞാനിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്താണ്ട് യൂസ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് തന്നെ മാറി. അതേപോലെ തന്നെ ഇത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായി തുടങ്ങി. ഇത് ചിലർക്ക് ഇത് യൂസ് ചെയ്തിട്ട് ആപ്റ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത സംഭവമാണ്. ആദ്യത്തെ ഒരു 2 ആഴ്ച എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും ഞാനിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തേ പിന്നെ ഇത് അടിപൊളി, ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഞാനിപ്പോൾ 1 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഈ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ഇത്രയും കൂടി ഇനി എനിക്ക് ബാക്കിയുണ്ട്. ഇത് 1500 രൂപയാണ് ഒരു ബോട്ടിലെങ്കിലും. ഇത് പെട്ടെന്നൊന്നും തീരത്തില്ല. എങ്ങനെ പോയാലും ഒരു 3-4 മാസം നമ്മുടെ കയ്യിൽ ഇത് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യണതിന് മുന്നേ ഇത് ഒന്ന് ഇട്ടതിന് ശേഷം മേക്കപ്പ് ചെയ്ത് ഭയങ്കര ഫ്ലോലെസ് ഫിനിഷ് ആയിട്ടുണ്ടാവും. നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു എസെൻസാണിത്. ചിലർക്കൊന്നും ചില സ്കിന്നിന് ഇത് പറ്റുന്നില്ല എന്നുണ്ടാവും. പക്ഷെ 2 ആഴ്ച നിങ്ങൾക്ക് ചെറിയ പിമ്പിൾസൊക്കെ വരും, അത് സ്വാഭാവികമാണ്. പിന്നെ ഇത് സ്യൂട്ടായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ 1 മാസമായിട്ടും ഇത് വർക്ക് ചെയ്തിട്ട് ആ പിമ്പിൾസ് പോണില്ലാത്തവരാണെങ്കിൽ ചിന്തിച്ചോളൂ, നിങ്ങൾക്ക് ഇത് സ്യൂട്ട് ആവില്ല എന്നാണ് അർത്ഥം. എനിക്ക് 2 ആഴ്ച ഉണ്ടായുള്ളൂ. പിന്നെ എനിക്ക് ഇതുവരെയായിട്ട് പിമ്പിൾസ് വന്നിട്ടില്ല കേട്ടോ. ഒരു സ്കിൻ കെയറിൽ എന്തായാലും ഈ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് പിലിഗ്രീമിൻ്റെ റെറ്റിനോൾ സിറോ ആണ്. ഇതും ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. ഇത് തീരാറായി എന്തായാലും. ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാറില്ല, ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ, ഇത്രയും കൂടി ബാക്കിയുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു സിറോ ആണ്. ഇത് റെറ്റിനോൾ സിറോ ആണ്. അതെന്തായാലും എല്ലാവർക്കും അറിയായിരിക്കും, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണിത്. ഇത് എനിക്ക് പറയാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ, അതായത് ഞാൻ രാത്രിയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. പിറ്റേ ദിവസം നല്ല സ്കിൻ നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഒരു സ്കിൻ ടൈറ്റനിങ്ങിന് വേണ്ടിയുള്ള സിറോ ആണ്. റെറ്റിനോളൊക്കെ അറിയാലോ, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് നല്ല ബ്രൈറ്റൻ അപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഹൈലറോണിക് ആസിഡും ഉണ്ട്, റെറ്റിനോളും ഉള്ള ഒരു സിറോ ആണ്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ് ഇത്. അടുത്തത് ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് പ്ലമ്മിൻ്റെ വിറ്റാമിൻ സി സിറോ ആണ്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. വിറ്റാമിൻ സി സിറങ്ങളിൽ ഞാൻ ഉപയോഗിച്ച വിറ്റാമിൻ സി സിറത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിറ്റാമിൻ സി സിറോ ആണ് ഇത്, പ്ലമ്മിൻ്റെ വിറ്റാമിൻ സി സിറോ. അതേപോലെ തന്നെ ക്ലെയേഴ്സിൻ്റെ വിറ്റാമിൻ സി സിറോ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു വിറ്റാമിൻ സി സിറോ കൂടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് വേറെ ഒന്നുമല്ല, ഫോക്സ് ടെയിലിൻ്റെ വിറ്റാമിൻ സി സിറോ ആണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ച പ്രൊഡക്റ്റാണിത്. വേറെ ഒന്നുമല്ല കേട്ടോ, ഇത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഇത് വാങ്ങിച്ചിട്ട് എനിക്കിത് മര്യാദയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. പക്ഷെ കൊണ്ട് തന്നെ ഇത് ഓക്സിഡൈസ് ആയിപ്പോയി ഗൈസ്. ഇതൊരു കണ്ട ഓക്സിഡൈസ് ആയി. ഇനി ഇത് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഫസ്റ്റ് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു വിറ്റാമിൻ സി സിറോ നല്ലതാണ് കേട്ടോ, ഫോക്സ് ടെയിലിൻ്റെ. പിലിഗ്രീമിൻ്റെ തന്നെ ആൽഫ ആർബുട്ടിൻ ആൻഡ് വിറ്റാമിൻ സി ബ്രൈറ്റനിങ് സിറോ ആണ്. ഇതും അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് തീർന്നിട്ട് കുറേ നാളായി. ഞാനിത് എടുത്ത് വെച്ചേക്കണായിരുന്നു ഈ ബോട്ടിൽ കളയാണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടി. എന്താ വെച്ചാൽ ഇതും നല്ല വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് ആൽഫ ആർബുട്ടിനാണ്. അതേപോലെ തന്നെ വിറ്റാമിൻ സി സിറോ, വിറ്റാമിൻ സിയും കൂടി അടങ്ങിയിരിക്കുന്ന ഒരു സിറോ ആണിത്. ഇത് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി വന്നിട്ട് ബ്രൈറ്റനിങ് തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാൻ അടിപൊളിയായിട്ടുള്ളതാണ് ആൽഫ ആർബുട്ടിൻ ആൻഡ് വിറ്റാമിൻസ് ബ്രൈറ്റനിങ് സിറം. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിനും റേറ്റ് വന്നിട്ട് എത്രയും 650 ആണ്. പക്ഷേ 500-550 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും ഓഫറുള്ള ടൈമിൽ. അപ്പോൾ പിലിഗ്രീമിൻ്റെ വിറ്റാമിൻ സി ആൻഡ് ആൽഫ ആർബുട്ടിൻ സിറം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇതും എനിക്ക് 100% വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഫോക്സ് ടെയിലിൻ്റെ ദിവ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ആണ്. ഇതും എൻ്റെ കയ്യിൽ തീർന്നിട്ടില്ല. ഇതും ഈ വിറ്റാമിൻ സി സിറവും ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചതാണ്. എനിക്കിത് വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ഒട്ടും വർക്ക് ചെയ്യാത്ത പ്രൊഡക്റ്റാണിത്. വീഡിയോസിലൊക്കെ കുറേ പേര് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ബ്രൈറ്റനിങ് ആണ്. ഒരു ദിവസം ഇത് ആഴ്ചയിൽ ഒരിക്കലേ 1-2 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ രാത്രി ഇട്ട് കിടന്നാൽ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര മാജിക്കൽ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഭയങ്കര ബ്രൈറ്റൻ അപ്പ് ആവും. ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും
എന്നൊക്കെ പറഞ്ഞ് കണ്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതെനിക്ക് ഒട്ടും വർക്കിംഗ് അല്ല. ബ്രൈറ്റൻ ആയെന്ന് ചോദിച്ചാൽ എനിക്ക് ബ്രൈറ്റനും ആയിട്ടില്ല. ഇത് ഇട്ടിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് പിമ്പിൾസ് വരാറുണ്ട്. എനിക്ക് ഒട്ടും വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെറുതെ മുഖത്തല്ലേ നമുക്ക് പറ്റാത്തേ ഉള്ളൂ, അപ്പം ബോഡിയിൽ ഇടാന്ന് ഓർത്ത് വെച്ചേക്കണെയാണ്. ഇതങ്ങനെ ഓക്സിഡൈസ് ഒന്നും ആവത്തില്ല, വിറ്റാമിൻ സിറം പോലെ ഇതേപോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഇടേണ്ടത് അവിടെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് മോയ്സ്ചറൈസർ വേണമെങ്കിൽ മോയ്സ്ചറൈസർ ഇടാം, എന്നിട്ട് കയറി കിടന്നുറങ്ങാം. എനിക്കിത് അത്രയ്ക്ക് വർക്കിംഗ് അല്ല. എനിക്ക് പിമ്പിൾസ് വരാറുണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ബ്രൈറ്റൻ അപ്പ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പിമ്പിൾസ് വരാണ്ടിരുന്നാൽ മതി മുഖത്ത്. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല, മുഖത്ത് യൂസ് ചെയ്യാറില്ല. അപ്പം ഞാനിത് വിചാരിക്കണത് കഴുത്തിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ എൽബോസ് ഒക്കെ ഉണ്ടല്ലോ, എൽബോസ് കാൽമുട്ടിലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർ ആംസിലൊക്കെ യൂസ് ചെയ്താൽ എഫക്റ്റ് ഉണ്ടാവും, നല്ല ബ്രൈറ്റനാവും. പിന്നെ പിമ്പിൾസ് ഒന്നും വരില്ലല്ലോ, മുഖം പോലെ അല്ലല്ലോ ഇവിടുത്തെ നമ്മുടെ ബോഡിയിലെ സ്കിൻ. അപ്പോൾ അവിടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അടുത്ത ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഗൈസ്. ഇതൊരു മോയ്സ്ചറൈസറാണ്, ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് ഓയിലി സ്കിന്നിന് ഭയങ്കര എഫക്റ്റ് കിട്ടുന്ന ഒരു വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ ഇതേപോലെ ആത്മാവ് വരെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓയിലി സ്കിന്നിന് കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ ഇനിയും റീപർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി മോയ്സ്ചറൈസർ. ഇത് പറയുകയാണെങ്കിൽ എൻ്റെ പോൺസ്, ഞാൻ ഒരു ടൈമിൽ പോൺസ് ഞാൻ കാണിക്കണില്ല. പോൺസിൻ്റെ മോയ്സ്ചറൈസറായിരുന്നു ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. കുറച്ചും കൂടി ബ്രൈറ്റനാവും. അതേപോലെ നമ്മുടെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി റിസൾട്ട് അല്ലേ. എനിക്ക് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇഷ്ടമാണ്. അതേപോലത്തെ ഒക്കെ ഉള്ളൊരു മോയ്സ്ചറൈസറാണിത്. ഇതിന് വിലയും കുറവാണ്. സെറ്റാഫിലിന് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ അത്രയും റേറ്റ് ഒന്നും ഇതിനില്ല കേട്ടോ. ഡോക്ടർ ഷെത്തിൻ്റെ ഈ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി മോയ്സ്ചറൈസറിന് ഓയിലി സ്കിന്നിന് കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അലോവേര ജെല്ലിൽ, പ്ലമ്മിൻ്റെ അലോവേര ജെല്ല്. എനിക്ക് വേറെ ഒരു അലോവേര ജെല്ല് ഞാൻ ഇടാറില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ അലോവേര ജെല്ലൊക്കെ ഇടുമ്പോൾ ചിലപ്പോഴൊക്കെ പിമ്പിൾസ് വരാറുണ്ട് എനിക്ക്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ടിട്ട് എനിക്ക് ഇതുവരെയായിട്ട് പിമ്പിൾസ് വന്നിട്ടില്ല. അതേപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് മുഖം നല്ല സോഫ്റ്റ് ആയിട്ട്, അതേപോലെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആയിട്ടൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഞാൻ 3-4 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ ഇതിൻ്റെ ബോട്ടിൽ കിടപ്പുണ്ട് വേറെ. ഇതെന്തായാലും ഞാൻ തീർന്നു കേട്ടോ, ഈ ബോട്ടിലും തീർന്നു. ഇനി ഞാൻ എന്തായാലും റീപർച്ചേസ് ചെയ്യും. മഴ വരാറായതുകൊണ്ട് ഒട്ടും വെളിച്ചില്ല ഗൈസ്. ഒന്നാമത് ഞാൻ വൈകുന്നേരം കൂടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒട്ടും വെളിച്ചില്ല. എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര യൂസ്ഫുൾ ആണ്. പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അധികം ക്യാഷും ഇല്ല. ആ കോസാറസിൻ്റെ പ്രൊഡക്റ്റിന് മാത്രമേ കുറച്ച് ക്യാഷ് കൂടുതലായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ.